ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കുറ്റിക്കോൽ എന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ പർവ്വതനിര കീഴടക്കിയിട്ടുള്ള രാജിമോളാണ്. സ്വാഗതം, പീപ്പിൾസ് പ്ലാനിങ്ങിലേക്ക് സ്വാഗതം. തെയ്യം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ ജെൻസി കിഡ്സ് എന്ന് പറയുന്നവരാണെങ്കിൽ കൂടെ ഭയങ്കരമായിട്ട് അതാണ് ഇപ്പം നെക്സ്റ്റ് പ്ലാനിന്റെ ഉള്ളത്. തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പാഷനെ കണ്ടെത്താൻ അത് ഫോളോ ചെയ്യണം. എങ്ങനെയാണ് ചിത്രത്തിന്റെ ലോകത്ത് അല്ലെങ്കിൽ ചിത്രവരയുടെ ലോകത്തേക്ക് എത്തിപ്പെട്ടത്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ട്രാവൽ ചെയ്യും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ. ഇവർക്ക് ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു മെന്റർ അല്ലെങ്കിൽ ഗൈഡ് ഇല്ല. അപ്പം അങ്ങനെ ആളുകൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂലേ? ഓഫ് കോഴ്സ് പറ്റും. ഇപ്പൊ ആണെങ്കിൽ പറ്റും. കാരണം ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ട്രക്കിംഗ് കോസ്റ്റ്ലി ആണ്. ഇപ്പം നമുക്ക് എല്ലാ രാജ്യങ്ങളും പോകാൻ വേണ്ടി അത്ര കാശ് വേണം എന്നില്ല. നമ്മൾ കുറച്ച് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ പോകാൻ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ നേപ്പാളൊക്കെ പോവാണെങ്കിൽ അത് അത്രയും ഇതില്ല. നമുക്കനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിൽ അനുസരിച്ചിട്ടുള്ള സ്റ്റേ ഉണ്ട്, ഫുഡ് ആണെങ്കിലും കിട്ടും. പിന്നെ നമുക്ക് അത്യാവശ്യം സെൽഫ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ നമുക്ക് അച്ചീവബിൾ ആണ് അതെല്ലാം. അപ്പം അങ്ങനെ ഒന്നും എന്താ പറയാ ഒരു ഫിനാൻഷ്യൽ ഇതില്ലാന്ന് വെച്ചിട്ട് ഒഴിവാക്കേണ്ടി നിർത്തണ്ടല്ല ട്രാവൽ. ഇപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ എന്തോരം സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞാൻ കണ്ട ഭയങ്കര കൗതുകം, എന്നെ വളരെ ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യം, ഇപ്പൊ നമ്മള് ബേക്കൽ ഇന്റർനാഷണൽ അറിയപ്പെടുന്ന ടൂറിസം ഡെസ്റ്റിനേഷനാണ് ബേക്കൽ കോട്ട. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ മലയോര ഗ്രാമങ്ങളിൽ നിന്ന് പോലും പഴയ തലമുറ അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല ട്രാവൽ ചെയ്യാൻ. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിന്നെ കഷ്ടപ്പെടുക, പിന്നെ പിറ്റേന്ന് രാവിലെയും തൊട്ട് രാത്രി വരെ കഷ്ടപ്പെടുക. അപ്പൊ അവർക്കൊരു ബ്രേക്ക് ഇല്ല. കാരണം അത്രയും കഷ്ടത നിറഞ്ഞ കാലമായിരുന്നു അവരുടെ ഒപ്പം. പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ബേക്കൽ കോട്ട പോലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം പിന്നെ അതെന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു സോഷ്യൽ സിസ്റ്റത്തിനകത്ത് അങ്ങനെ പിന്നെ ഡെസ്റ്റിനേഷൻസ് കാണിക്കണം എന്നുള്ളതില്ല. ആരാധനാലയങ്ങളിലേക്ക് പോകുന്നുണ്ട്, അത് മറ്റു പല കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോമ്പണൻസ് അതിനടുത്ത് ഉള്ളതുകൊണ്ടാണ്. അതല്ലാതെ ചിലപ്പം ആ ഉദുമ ഭാഗത്ത് അല്ലെങ്കിൽ ബേക്കൽ ഭാഗത്തുള്ള ആളുകൾ ഇതുവരെ റാണിപുരം കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ലോക്കൽ ഡെസ്റ്റിനേഷൻസിൽ തന്നെ പോയി തുടങ്ങേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പൊ ഞാൻ തന്നെ ബേക്കൽ ഫോർട്ട്, ഞാൻ ഇപ്പോഴാണ് കുറെ പ്രാവശ്യം ബേക്കൽ ഫോർട്ടിൽ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു കൾച്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മുടെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഞാനെന്ന് പറയും, ഇപ്പം നമ്മുടെ സ്ഥലങ്ങൾ തന്നെ ഇപ്പം എന്തെങ്കിലും സ്ഥലങ്ങൾ നമ്മൾ നീറ്റായിട്ട് വെക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികൾ തന്നെ കൊണ്ടുപോയിട്ട് ഇപ്പം കൊണ്ടുപോവാണ്. ഇപ്പൊ ഒരു മിഠായി കഴിച്ചു, മിഠായിയുടെ കടലാസ്, അതെനിക്ക് ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നു ഈ ഇന്റർവ്യൂല്. കാരണം ഞാൻ ആഫ്രിക്ക പോയപ്പം എന്ന് വെച്ചാൽ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഒട്ടും ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഒട്ടും നീറ്റ് ആയിരിക്കില്ല. ഇപ്പൊ സഫാരിക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോകണ്ടല്ലോ, ഒട്ടും നീറ്റായി. അപ്പൊ നമ്മള് ഈ പെമ്പിളേരെ യൂറിനേഷൻ കിറ്റ് അറിയാവോ? നമ്മള് നിന്നിട്ട് തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് പോയായിരുന്നു. കാരണം സഫാരി സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. ട്രക്കിങ്ങിന് പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ഓപ്പണിൽ പോകുന്നതാണ് നല്ലത്. അപ്പം അവിടെ ചെന്നിട്ടാണ് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ ഒരു സ്ഥലങ്ങൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത്. ഓക്കെ, സഫാരി ഒക്കെ നല്ലോണം ഫോറിനേഴ്സ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഫോറിനേഴ്സ് വരുന്ന സ്ഥലങ്ങൾ നമ്മൾ ക്ലീൻ ആയിട്ട് വെക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മളൊരു ബസ് സ്റ്റാൻഡ്, കാസർഗോഡ് ബസ് സ്റ്റാൻഡ് തന്നെ പോകുന്ന വെച്ചു ഞാൻ പോവില്ല അവിടുത്തെ. ഇപ്പൊ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നമ്മളത് പെയ്ഡ് ആണെങ്കിൽ പോലും അത് വൃത്തിയില്ല. അവിടെ നമ്മൾ ഒന്ന് മടിക്കും പോവാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ അങ്ങനെ അല്ലേ ആയിരുന്നില്ല. അവിടെ അതൊരു കെയർ ടേക്കർ അവിടെ ഉണ്ട്. നമ്മൾ പോകുമ്പോൾ നമ്മളെ ഗ്രീറ്റ് ചെയ്യും. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അവരെ ഇപ്പൊ നമ്മളെ ഫുഡ് പ്രിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ ടോയ്ലറ്റ്സിൽ കയറുമ്പോൾ, അവർ അതൊക്കെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യും. ബാത്റൂം ടോയ്ലറ്റും ക്ലീൻ ചെയ്തിട്ട് അവർ വരുള്ളൂ. അപ്പൊ അത്രയും നീറ്റ്. പിന്നെ നമ്മള് സഫാരിക്കൊക്കെ പോകുമ്പോൾ നമ്മള് ഫുഡ് ക്യാരി ചെയ്യുകയോ ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ആൾക്കാര് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് വേസ്റ്റ് ആയിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് വരും. അതിപ്പോ എന്തെങ്കിലും നമ്മൾ ഫുഡ് വേസ്റ്റ് അതിൽ ഇതായി പോകുന്ന പറഞ്ഞാൽ അതൊരു എന്താ പറയാ സ്മെല്ല് വരും കാര്യങ്ങൾ. അവരങ്ങനെയൊന്നും ചെയ്യില്ല. അവർ അതുപോലെ പാക്ക് ചെയ്തിട്ട് അവർ കൊണ്ടുപോകും. എവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നോ അവിടെ അത് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യും. അപ്പൊ അതൊക്കെ ഭയങ്കര. ഇപ്പൊ നമ്മള് കേരളത്തിനെ പറയും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മളെ ആ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ സ്വഭാവമാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാം നമ്മൾ തന്നെ ആണെങ്കിൽ ഇപ്പൊ പേപ്പർ വേസ്റ്റ് ആണ്, അത് പേപ്പർ അല്ലേ, അത് പോയിക്കോളും എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് കാറിൽ പോകണേ പുറത്തേക്ക് ഇടും. അതിന്റെ ആവശ്യം നമ്മൾ കാറിൽ ഒരു കുഞ്ഞു സാധനം വെച്ചിട്ടുണ്ട്, ഡസ്റ്റ്ബിൻ പോലെ വെച്ചിട്ട് അതിനകത്തേക്ക് ഇടാവുന്നേ ഉള്ളൂ. ഞാൻ ആരുടെങ്കിലും കൂടെ പോകണ്ടെങ്കിൽ ഞാൻ അവരെങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ ചീത്ത പറയും അവരെ. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള മൗണ്ടൻസ് എന്നാണ് കേട്ടോ. നമ്മൾ ആരും അങ്ങനെ ഇപ്പം
ഇപ്പൊ നമ്മളിപ്പോ കിളിമഞ്ചാരോ മൗണ്ടൻസ് ഒക്കെ അത്രയും നീറ്റ്ലി മെയിൻറ്റൈൻഡ് ആണ്. അവിടെ അങ്ങനത്തെ സാധനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ ഇന്ത്യൻ മൗണ്ടൻസ് വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാരും വേസ്റ്റ് വലിച്ചെറിയും. ഇപ്പൊ നമ്മൾ ഈ റാണിപുരം തന്നെ പോകുന്നത് എന്തോരം ബോട്ടിൽസും കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. റെസ്ട്രിക്ഷൻസ് എത്ര ഉണ്ടെങ്കിലും അല്ല, എത്ര ഉണ്ടെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സ്റ്റേറ്റ്സിനെക്കാളും കമ്പാരിറ്റീവ്ലി നമ്മൾ ഇതാണെങ്കിൽ പോലും ഈ പറയുന്ന ഒരു ഇതൊരു അവയർനെസ്സോ ഒരു സാക്ഷരതയോ ഒക്കെയാണെന്ന്. പിന്നെ നമ്മള് ശരിയാണ്, നമ്മുടെ ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ കേരളത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടില്ല. കുറെ പ്ലേസസ് ഒക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളും കാര്യങ്ങളും ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ നമ്മള് കുറെ സ്റ്റേറ്റ്സ് ഒക്കെ ഞാനിപ്പോ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരാൾ ഇന്ത്യയിൽ തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് അത്രയും ഡെസ്റ്റിനേഷൻസ് ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നേ പറയുള്ളൂ. ഫസ്റ്റ് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മളിപ്പോ എന്റെ അമ്മയാണെങ്കിൽ തന്നെ അങ്ങനെ എവിടെയും ട്രാവൽ ചെയ്യുന്ന ഒരാൾ. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്നോണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും എവിടെയെങ്കിലും പോകണമെന്ന്. അപ്പം എനിക്കിങ്ങനെ താല്പര്യമില്ല ഇനി എവിടെയും പോകണം. പിന്നെ അമ്മയുടെ കൂടെ ഇങ്ങനെ കുടുംബശ്രീക്കാരൊക്കെ പോകുമ്പോ എവിടെയെങ്കിലും ഒക്കെ അമ്പലത്തിലോ അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട് പുറത്തെവിടെ അമ്മ പോവില്ല. ഞാൻ ആ പോയിന്റിലേക്കും കൂടി ആവുന്നു. കുടുംബശ്രീ ഒക്കെ വന്നതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ട്രിപ്പുകൾ അങ്ങനെ പോകാനുള്ള ഒരു സാമ്പത്തിക ശേഷിയെങ്കിലും കാരണം ഇവര് പിന്നെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഇവര് കുടുംബശ്രീയുടെ ട്രിപ്പ് പോകും, അല്ലെങ്കിൽ അമ്പല ട്രിപ്പുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആരാധനാലയങ്ങളിൽ ഇവര് പോകും. അപ്പൊ അത് പുതുതായിട്ട് ഇപ്പൊ ആഫ്റ്റർ കോവിഡ് അത് വലിയൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. കുറെ ഹരിതകർമ്മ സേനയുടെ ആളുകൾ മറ്റേ ഈ പറയുന്ന പോലെ ഫ്ലൈറ്റ് പിടിച്ചിട്ട് കണ്ണൂരിൽ നിന്ന് പിന്നെ ട്രിവാൻഡ്രം പോകും, തിരിച്ചു വരും. അപ്പൊ ഇതൊരു ട്രെൻഡായിട്ടുണ്ട്. അപ്പൊ അത് കുറെ കൂടി ആവണമെന്ന് ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? നമ്മള് അല്ലെങ്കിൽ ഒരു എന്തൂസിയാസ്റ്റ് എന്നുള്ള രീതിയിൽ അത് എങ്ങനെയാണ്, അവരോട് എന്താണ്? എനിക്ക് എന്താ പറയാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ലൈക്ക് ഇപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ അവര് ഭയങ്കര നാരോ മൈൻഡഡ് ആണ് ഇല്ലേ, നമ്മള് അങ്ങനെ ഭയങ്കര എക്സ്പോഷർ കിട്ടാത്ത ആൾക്കാരാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവരിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. ഇപ്പൊ അമ്മമാരിന്ന് വേണം അവര് കുറച്ചും കൂടെ ഒക്കെ പുറത്തൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോ ഒന്നുകൂടെ ഇപ്പൊ എന്ന് വെച്ചാ അത് ഇപ്പൊ അവരുടെ മക്കളോടുള്ളതും അവരുടെ ലൈക്ക് പുറത്തുള്ള ആൾക്കാരോടുള്ള ഒരു ഇതൊന്നെ ഒന്നും മാറും, അവരുടെ ചിന്താഗതികളൊക്കെ മാറി തുടങ്ങും. പിന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ മുറിവുകൾ ഉണങ്ങാനും കൂടെ അത് നല്ലതായിരിക്കും. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് അമ്മേനെയും കൊണ്ടൊക്കെ എന്നെ കുറച്ചും കൂടെ ഒക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അത് എല്ലാവിധ ആശംസകളും. ഇപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ വരുമ്പോ നമ്മളെ ക്യാമറ ചെയ്യുന്നത് അരുണാണ്, അരുൺ കുറ്റിക്കോൽ. അപ്പം അരുൺ ഇങ്ങനെ പറയായിരുന്നു, തെയ്യം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പൊ പല രീതിയിലും തെയ്യത്തിന് വളരെ നല്ല രീതിയിൽ, അത് പോസിറ്റീവ് ഉണ്ട്, അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട്. കാരണം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ ഇതിന്റെ ഒരു നാച്ചുറാലിറ്റി, അതൊരു ആരാധനാ സ്വഭാവം ഉള്ളതാണ് തെയ്യം. അപ്പം തെയ്യം പോലെയുള്ള പിന്നെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും ഒരു ഇവന്റ് നടക്കുമ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലും നമ്മൾ പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം അവിടെ നമ്മൾ പുലർത്തേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, ആസ് എ ടൂറിസ്റ്റ്, ആസ് എ ക്യാമറ പേഴ്സൺ എന്നുള്ള രീതിയിൽ. അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇപ്പൊ നമ്മള് കണ്ണൂർ തെയ്യത്തിനൊക്കെ ഇപ്പൊ ആൾക്കാർ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം ഫോട്ടോഗ്രാഫി ഓഫ് കോഴ്സ് വേണം, പക്ഷെ അങ്ങനെയല്ല, കുറച്ച് അതിന്റെ ഒരു ഇതൊക്കെ മാനിച്ചിട്ടുള്ള ഇപ്പൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ തന്നെ വരുവാണെങ്കിൽ ഇപ്പൊ ഈ ജെൻസി കിഡ്സ് എന്ന് പറയുന്നവരാണെങ്കിൽ കൂടെ ഭയങ്കരമായിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ആ ഒരു എന്താ പറയാ ഒരു പീസ് ഒക്കെ നശിപ്പിച്ചു കളയും ചില സ്പോട്ടിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ. അതൊക്കെ നമ്മള് കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്യണം. ശബ്ദം ഉണ്ടാക്കുന്നത് നമ്മള് ബാക്കിയുള്ളവരെ കൂടെ മാനിച്ച് അങ്ങനെ ഉണ്ടാക്കണം. ചില സമയത്ത് ഇപ്പൊ ഫോട്ടോഗ്രാഫേഴ്സ് തന്നെ ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒത്തിരി ക്രൗഡഡ് ആയിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് തെയ്യം ആസ്വദിക്കാൻ അങ്ങനെ വരുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ്. അപ്പം അപ്പൊ ഇനി എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ നെക്സ്റ്റ്? ഉണ്ട്. ഞാന് നെക്സ്റ്റ് ഇയർ ഇപ്പം റഷ്യയിലെ എൽബ്രൂസ് കയറണം എന്ന് ആഗ്രഹമുണ്ട്. അത് കുറച്ച് ആൾട്ടിറ്റ്യൂഡ് ഇതിനേക്കാൾ ഇച്ചിരി കുറവാണ്, പക്ഷെ ടഫാണ്. വിന്ററും സ്നോ ഒക്കെയാണ് ഫുള്ളായിട്ട്. അപ്പം അത് കയറണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതേപോലെ 7 സമ്മിറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇപ്പൊ നമ്മൾ എവറസ്റ്റ് കയറണം ഒരു 75 lakhs ഒക്കെ വേണം കയറണമെങ്കിൽ. പിന്നെ അതേപോലെ ടഫാണ്. വീട്ടിൽ നിന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കയറാം, എവറസ്റ്റ് പോയോ, ഇതിനേക്കാൾ ചെറുതെന്തെങ്കിലും നീ പോയാൽ എവറസ്റ്റ്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് കയറണം, പക്ഷെ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നറിയില്ല. ഇപ്പൊ എനിക്ക് 37 ആയി.
എന്നെക്കാൾ ഏജുള്ളവർ കയറാറുണ്ട്. അപ്പം ലൈക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം ഇപ്പോഴേ. ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളത് ചെയ്യണം. ലൈക്ക് ഒരു 3-4 ഇയേഴ്സിനുള്ളിൽ ടാർഗറ്റ് ചെയ്യണം ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ ഹെൽത്ത് ഒന്നും അറിയത്തില്ല. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എവറസ്റ്റും പിന്നെ ദെനാലിയും ആണ് ഇച്ചിരി ടഫ്. ഇപ്പം എവറസ്റ്റിനെക്കാളും നമുക്ക് കുറച്ചും കൂടെ മെന്റൽ ഇത് തരുന്നത് ദെനാലി ആണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും ടഫാണ്. പക്ഷെ ആ ബാക്കിയുള്ള മൗണ്ടൻസ് അതിന് മുന്നേ കയറുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ഇപ്പം നെക്സ്റ്റ് പ്ലാനിന്റെ ഉള്ളത്. ഓക്കെ. അപ്പൊ ഈ പറയുന്ന പോലെ ഇന്റർനാഷണൽ വുമൻസ് ഡേയില് നിങ്ങൾ ഒരു ടോക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് പിന്നെ ഇന്റർനാഷണലി പോകാൻ അല്ലെങ്കിൽ ലോക്കലി തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ അതല്ലെങ്കിൽ ഒരു ഗൈഡ് എന്നുള്ള രീതിയിലേക്ക് മാറാൻ കൂടിയിട്ട് ഈ ഒരു ടോക്ക് കാരണമാവട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് പിന്നെ ഇത്തരത്തിലുള്ള കൊടുമുടി കീഴടക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അത് നിങ്ങളിൽ രൂപപ്പെട്ട തന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഒരുപാട് കുട്ടികളും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്കും ഒരു വലിയൊരു ഇൻസ്പിറേഷൻ കിട്ടട്ടെ എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. വുമൻസ് ഡേയില് പറയുമ്പോ എനിക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഇപ്പോഴുള്ള പെൺകുട്ടികള് എന്ന് വെച്ചാൽ ഒരു ജോലി കിട്ടി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അങ്ങനെ കിട്ടിയിട്ടേ പോലെ എനിക്കത് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത്. കാരണം നമുക്ക് ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ നേടിയെടുക്കാനും കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മൾ മുന്നിൽ പോയി ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ അടുത്ത് പോയി ചോദിക്കുന്നതിനൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നേടിക്കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ തന്നെ ഒരു എന്താ പറയാ ഒരു ഇതുള്ള പോലെ ഒരു റെസ്പെക്ട് കിട്ടും നമുക്ക്. അപ്പം അത് ഒന്നാമത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതുപോലെ നമ്മുടെ പാഷൻ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, അങ്ങനെ ആർക്കും ഇല്ലാണ്ട് അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ പാഷനെ കണ്ടെത്തുക, അത് ഫോളോ ചെയ്യാം. നമുക്ക് ഇതുപോലെ നമുക്ക് കാശ് ഉണ്ടാക്കാനുള്ള ഒരു ഹോബി വേണം, അതേപോലെ നമ്മുടെ എന്താ പറയാ നമ്മളെ ഫിറ്റ് ആയിട്ടിരിക്കാനുള്ള ഒരു ഹോബി വേണം, പിന്നെ അതേപോലെ നമ്മളെ ഈ എന്താ പറയാ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനല്ല നമ്മുടെ ഇഷ്ടത്തിന് ഇത് പോകാനല്ല അങ്ങനത്തെ ഒരു ഹോബി, അങ്ങനെ ഹോബീസ് വേണമല്ലോ നമുക്ക്. അപ്പം എന്താ പറയാ നമ്മുടെ ഈ എന്താ പറയാ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ പാഷനും ഫോളോ ചെയ്യുക എല്ലാവരും, അതേപോലെ അങ്ങനെ ഇരിക്കും. അപ്പോഴാണ് നമുക്ക് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പൊ എല്ലാ വുമൻസിനോടുള്ള ഇതാണ് വുമൻസ് ഡേ സന്ദേശമായിട്ട് പറയാനുള്ളത്. അങ്ങനെ പിന്നെ അത് തന്നെ ലൈക്ക് എന്താ എല്ലാരും പറയണ പോലെ ഇപ്പൊ കോസ്റ്റ്ലി ഇപ്പൊ ചില ട്രിപ്പൊക്കെ ചില ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പൊ നമ്മള് എന്താ അത് നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ച് നമ്മൾ അപ്പോഴേ സേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 100 rupees കൂടെ മാറ്റേഴ്സ് എന്നാണത്. അപ്പം അത് സേവ് ചെയ്ത് വെച്ച് നമ്മൾ ഇപ്പോഴേ തുടങ്ങുക. സേവിങ് ഹാബിറ്റ് കൂടെ വേണം. അപ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. പിന്നെ അതല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കഴിയുമ്പോൾ നമ്മളെ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. എന്തിനാ അത് ചെയ്യണം, രാവിലെ എഴുന്നേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്ന് ഉറങ്ങുന്നു എന്നൊക്കെ. അപ്പൊ നമുക്ക് ആ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ. ഇപ്പൊ പ്രധാനപ്പെട്ട മറ്റൊരു ഹോബി എന്ന് പറയുന്നത് ഡ്രോയിങ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ചിത്രത്തിന്റെ ലോകത്ത് അല്ലെങ്കിൽ ചിത്രവരയുടെ ലോകത്തേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ആക്ച്വലി പിന്നെ ചെറുപ്പത്തിലെ വരയ്ക്കായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ സമയത്തുള്ള ഏജില് നമ്മൾ പഠിക്കണം. അപ്പം ഞാന് എന്താ പറയാ ചെറുപ്പത്തില് വരയ്ക്കും. എന്നിട്ട് പിന്നെ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വരച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ പറയും പഠിക്കേണ്ട സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വരയ്ക്കരുത് എന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പം നന്നായിട്ട് പഠിക്കുമായിരുന്നു ഞാൻ ആ സമയത്ത്. പിന്നെ എന്ന് വെച്ചാൽ അത് നിന്നു. +2 ഒക്കെ എത്തിയപ്പോഴത്തേക്കും പിന്നെ റെക്കോർഡിൽ വരയ്ക്കൂലേ നമ്മള് +2 അതും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ജോലിയൊക്കെ കിട്ടി, നമുക്ക് ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ മേടിക്കാൻ പറ്റും. അപ്പോഴാണ് വരയ്ക്കാൻ തുടങ്ങണത്. അങ്ങനെ ഞാൻ കൊറോണ റിലേറ്റഡ് കുറച്ച് പെയിന്റിങ്സ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ആർട്ട് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടില്ലെങ്കിലും എന്റെ ഒരു കുറച്ചൊക്കെ നന്നായിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞായിരുന്നു. ആ ഒരു കൊറോണയുടെ ടൈമിലുള്ള കുറച്ച് ഡ്രോയിങ്സ് കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ നാട്ടിലുള്ള പീരീഡ്സിന്റെ സമയത്ത് ഇങ്ങനെ മാറി നിൽക്കേണ്ട അതിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്തായിരുന്നു, ഒരു സീരീസ് ഓഫ് പെയിന്റിങ്സ്. അത് കുറച്ച് ഹിറ്റായിരുന്നു. എന്ന് വെച്ചാൽ ഗേൾസിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പീരീഡ്സ് ആയിട്ട് ഞങ്ങൾ പോകുന്ന കണ്ടിട്ട് മുന്നേ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട ഒരാള് ചാണകവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ആ ഒരു ട്രോമ ഉണ്ടല്ലോ, അത് എനിക്കിപ്പോഴും സീരിയസ്ലി അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം
നമ്മൾ വേറെ തന്നെ റൂമിൽ മാറ്റും, കിടത്തും. അപ്പൊ പണ്ടത്തെ വീട്ടിനകത്താണെങ്കിൽ മേലെ കൂടെ ഒക്കെ പാമ്പൊക്കെ പോകും. അപ്പൊ നമ്മൾ ഈ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ രാത്രി കാണുന്നതൊക്കെ ഭയങ്കര ട്രോമ ആയിരുന്നു. പ്രേതകഥകള്. അപ്പൊ അതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇതുള്ള ഒരു സംഭവം. ഒരുപാട് ആളുകൾ ഒരുപാട് ആളുടെ. അപ്പം അതെന്റെ ഒരു സീരീസ് ഓഫ് പെയിന്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ പിന്നെ ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോ ഒക്കെ കുറച്ചൊക്കെ ഞാൻ കമ്മീഷൻ വർക്കൊന്നും എടുക്കില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വരയ്ക്കും. അപ്പൊ അത് ആരെങ്കിലും ഇഷ്ടമുള്ളവര് ഇങ്ങനെ മേടിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എന്താ പറയാ, നമുക്കൊന്ന് മൈൻഡൊക്കെ ഒന്ന് കാം ആക്കണമെങ്കിലൊക്കെ വരയാണ്. ലൈക്ക് ഇപ്പൊ ഞാൻ ഒരു 100 ഡേയ്സിന്റെ ഒരു ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു 2021. പിന്നെ അത് ഞാൻ ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞപ്പോഴാണ് ഞാൻ ട്രക്കിങ്ങിന് പോയത്. അപ്പൊ 50 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ ബ്രേക്ക് ആയത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ എക്സിബിഷൻ ഉണ്ടായിരുന്നു ഇവിടെ നെരൂദയില്, ഒരു 2-3 ആർട്ടിസ്റ്റുകളുടെ. അതൊരു എന്ന് വെച്ചാൽ അത്രയും നാളിൽ എന്നെ നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഞാൻ വരയ്ക്കും എന്നുള്ളത്. അപ്പൊ ആ സമയത്താണ് ആൾക്കാർക്കൊക്കെ അറിഞ്ഞൊക്കെ. ഈവൻ എന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ വരയ്ക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അത്. അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം മുന്നാട് കോളേജിൽ അവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നപ്പം അവര് പെയിന്റിങ്സ് അവിടെ എക്സിബിറ്റ് ചെയ്തായിരുന്നു. അതാണ് നടന്നത്. അപ്പം നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു എക്സിബിഷൻ സെന്റർ അങ്ങനെയുള്ള അതിന്റെ ഒരു അപര്യാപ്തത ഫീൽ ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കൊച്ചിയിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവളൊക്കെ ആണെങ്കിലും ഒരു ട്രാവൽ റിലേറ്റഡ് പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം അവൾക്ക് എപ്പം അവളുടെ കയ്യില് കുറച്ച് ഇതുണ്ട്, അവൾക്ക് ഒരു സ്പേസ് എടുക്കാം, അവിടെ എക്സിബിറ്റ് ചെയ്യാം. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ആർട്ടിന്. പക്ഷെ ഇവിടെ നമുക്കില്ല. അതേപോലെ നമുക്ക് ഇപ്പൊ നമ്മളെ ഒരു പെയിന്റിങ് ഒരു 1000 രൂപയ്ക്കാണ് നമ്മള് അങ്ങനെ പറയുവാണെങ്കിൽ, പക്ഷെ എന്താ പറയാ, ഇത് ഇത്രയൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയുന്നില്ല. ഇതേപോലെ ഞാന് എന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ, നിങ്ങൾ എന്തിനാ അത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ വരയ്ക്കുന്നത്? നിങ്ങൾക്കൊരു സാധനം ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ തന്നെ എന്താ അത് പ്രിന്റ് എടുത്തിട്ട് അതിനെ ഫ്രെയിം ചെയ്ത് വെച്ചാൽ പോരെ, സെയിം സാധനം അല്ലേ? അപ്പൊ ഈ നമ്മുടെ എഫേർട്ടിന് അവിടെ ഒരു വിലയില്ലാത്ത പോലെ ആക്കാം. എനിക്ക് അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഡിസ്കഷൻ ഒക്കെ വരും. നമ്മൾ ഈ നേപ്പാളിൽ പോകുമ്പോൾ ഇതേപോലെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് ഈ പെയിന്റിങ്സിനെ പറ്റി. ഇപ്പൊ വാൻഗോഗിന്റെ തന്നെ ഒരു പെയിന്റിംഗ് ആണ്, അല്ലെങ്കിൽ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അതേപോലെ ഇങ്ങനെ നമ്മളെ കുറച്ച് നമ്മുടെ ആ ഇമോഷൻസ് കാണിക്കുന്ന പെയിന്റിങ്സ് നമ്മൾ ചെയ്യൂലോ. അപ്പൊ അങ്ങനെ എന്തിനാ നമ്മളിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ സാഡ് ആയിട്ടുള്ള പെയിന്റിങ്സ് നമ്മൾ വരയ്ക്കുന്നത്? അതിന്റെ ആവശ്യം ഹാപ്പി ആയിട്ടുള്ള മാത്രം നാച്ചുറലിനെ മാത്രം വരച്ചാൽ അപ്പൊ എന്തിനാ അങ്ങനത്തെ ഒക്കെ ഒരു ഡിസ്കഷൻ വന്നു. ഇതിപ്പോ നമ്മൾ അങ്ങനെ വരച്ചാലല്ലേ അതിങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുള്ളൂ. ഇപ്പം എന്താ പറയാ, ശിവൻ ഇങ്ങനെയാണ് അല്ല വിഷ്ണു, ഇപ്പൊ നമ്മള് ഇതിൽ പറയുവാണെങ്കിൽ എന്താ അങ്ങനെ പറയുകയാണെങ്കിൽ ശിവൻ ഇങ്ങനെയാണ്, പാർവതി ഇങ്ങനെയാണെന്നൊക്കെ ഒരാൾ വരച്ചിട്ടല്ലേ അതിങ്ങനെ ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം ലൈക്ക് എന്താ പറയാ, അത് റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ആ സമയത്തുള്ള കാര്യങ്ങള് എന്താ പറയാ, ഒരാള് അത് സങ്കല്പിച്ച് വരച്ചുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ഉണ്ടെന്ന് അറിയുന്നത്. അത് സാഡായിട്ടുള്ള പാർട്ട് നമ്മൾ വരയ്ക്കണം, ഇതായിട്ടുള്ളത് വരയ്ക്കണം. അങ്ങനെ കുറെ ഡിസ്കഷൻസ് അങ്ങനെ വരാറുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും എന്താ പറയാ, ഇതിങ്ങനെ എന്റെ കൂടെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ള ഒരു ഇതാണ് പെയിന്റിങ് എന്നുള്ളത്. അതിന് ഞാൻ എപ്പോഴും ടൈം കണ്ടെത്താറുമുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഒരു ട്രക്ക് പോയതിന്റെ ഇൻസ്പയർ ആയിട്ട് വരച്ചാണ്. ഇതെന്റെ ലൈക്ക് ബുരാൻഗട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ ബേസ് ക്യാമ്പ് ഇങ്ങനെയായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഒരു മൗണ്ടന്റെ താഴെ ഉള്ള ഇങ്ങനെ ഒരു വീടായിരുന്നു. അത് സമ്മിറ്റ് ഡേ ആണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഡേ. അപ്പം ഞങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബറാഫോ ക്യാമ്പ്, അവിടെയാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. ഞങ്ങള് അവിടെ എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്ക് ആകുമ്പോ എത്തും 5th ഡേ. അപ്പൊ 6th ഡേ നൈറ്റാണ് നമ്മള്, അല്ല 4th ഡേ നൈറ്റ്. അപ്പം നമ്മള് ആ 5th ഡേ നൈറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 6th ഡേ മോർണിംഗ് നമ്മൾ മേലെ എത്തുന്ന പോലെ. എന്നിട്ട് പിന്നെ ഞങ്ങളൊരു 10:30 ഒക്കെ ആകുമ്പോ 4:30ക്ക് നമ്മൾ ഡിന്നർ കഴിക്കും, എന്നിട്ട് കിടക്കാൻ പോകും. പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. ഒന്നാമത് മേലെയാണല്ലോ, ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര കാറ്റായിരിക്കും. അപ്പൊ നമ്മൾ 10:30ക്ക് സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് 10:30ക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്, ഇരുട്ട്. നമ്മൾ ഹെഡ് ടോർച്ച് വെച്ചിട്ടാണ് നമ്മൾ നടക്കുക. അപ്പം കാറ്റിന്റെ ഇത് നല്ല തണുത്ത കാലം, -10 to -20 വരെയാണ് അവിടെ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കാറ്റിന്റെ ഇതും കൂടി ആകുമ്പോൾ നമ്മൾ നല്ല ഫ്രീസിങ് കോൾഡ് ആണ്. നമ്മൾ ഇപ്പൊ അത്രയും ലെയേഴ്സ് നമ്മൾ ഇടണം, എന്നാലേ നമുക്ക് ആ ഒരു ഇതുണ്ടാവുള്ളൂ.
അപ്പൊ നമ്മള് അന്ന് 10:30 കയറാൻ തുടങ്ങിയാല് നൈറ്റ് കയറാൻ തുടങ്ങി നെക്സ്റ്റ് ഡേ നമ്മൾ ഒരു 8:30 നമ്മൾ മേലെ എത്തണേ. അതും പിന്നെ സമ്മിറ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റ് എന്താ കയറുന്ന വെച്ചാൽ നമ്മള് ഈ കേറുന്നതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ ഭയങ്കര പാടാണ്. അപ്പൊ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു മെന്റലി നമ്മൾ ഡൗൺ ആയി പോകും. ഇപ്പൊ നൈറ്റ് ആണെങ്കിൽ നമ്മളിത് കാണില്ല, നമ്മള് മുമ്പിലുള്ള ആളുടെ ഫുഡ് സ്റ്റെപ്സ് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ മേലെ കയറുന്നത്. പിന്നെ അതേപോലെ ഒന്നും നോക്കാൻ നമുക്ക് കാണൂല ഒന്നാമത്. അപ്പൊ പിന്നെ ഇവര് ആഫ്രിക്കൻ ഭാഷയിൽ പോലെ പോലെ എന്ന് പറയും, മെല്ലെ മെല്ലെ നടക്കണം. അതാണ് കിളിമഞ്ചാരോന്റെ ഇത്, മെല്ലെ മെല്ലെ പോവാ നമ്മള്, എന്നാലേ നമുക്കത് മൗണ്ടൻ കയറാൻ പറ്റുള്ളൂ. അപ്പം നമ്മള് 8:30 എത്തി. അതേപോലെ അതിലൊരു മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു, അഞ്ജു എന്ന് പറഞ്ഞിട്ട് UK-ലുള്ള. അവൾക്ക് പാതി കുറച്ച് കയറി കഴിയുമ്പോഴത്തേക്ക് തന്നെ അവളിങ്ങനെ ഞങ്ങള് 2 ലേഡീസാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ 2 പേരാണ് മുന്നേ ഉണ്ടായിരുന്നത്. അപ്പൊ അവള് പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ എനിക്ക് കണ്ണ് ബ്ലർ ആവുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഉറങ്ങുന്നില്ലല്ലോ. പിന്നെ ഒന്നാമത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ട് ഈ 6th day വരെ നമ്മൾ ഉറക്കം എന്ന് വെച്ചാൽ 1 or 2 hours നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ തണുപ്പാണ്, പിന്നെ അതേപോലെ ഭയങ്കര കാറ്റ് ടെന്റിനകത്ത്, അപ്പം ഉറക്കം ഭയങ്കര കുറവാണ്. അപ്പൊ ഈ ഡേ ഫുൾ ഉറക്കമില്ല. നമ്മള് 10:30 സ്റ്റാർട്ട് ചെയ്തുല്ലോ. എന്നിട്ട് അങ്ങനെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ കണ്ണ് ഫുള്ളായിട്ട് ഇതായിപ്പോയി, കണ്ണ് കാഴ്ച പോയി. എന്നിട്ട് അത് ഫുള്ള് അവൾക്ക് വൈറ്റ് ആണ് കാണുന്നത്. അപ്പൊ അവളുടെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് ചോദിക്കും അത്രേ, ഇവിടെ ഫുള്ള് മഞ്ഞാണല്ലോ എന്നൊക്കെ. അപ്പൊ കണ്ണിന്റെ കാഴ്ച പോയിട്ടാണ് നമുക്ക്. പിന്നെ കുറച്ച് കയറിയിട്ട് പിന്നെ ഇവര് ഹസ്ബൻഡും നമ്മുടെ ഗൈഡും കൂടെ ഇങ്ങനെ എടുത്തോണ്ടൊക്കെയാണ് നമ്മള്, കാരണം അത്രയും നേരം അത്രയും നാള് നമ്മള് വന്നല്ലോ. അപ്പൊ പിന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റാണ്ട് പോകും. അപ്പം കിളിമഞ്ച് 2 സബ്മിറ്റ് പോയിന്റ് ഉണ്ട്. ഫസ്റ്റത്തെ സബ്മിറ്റ് പോയിന്റ് വരെ ഇവരുടെ ഹെൽപ്പിലാണ് അവള് കയറി ഇറങ്ങിയത്. അത് നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പേടിയുള്ള ഒരു ഇതായിരുന്നു, കാരണം കണ്ണല്ലേ അങ്ങനെ. അപ്പൊ അതൊന്നുണ്ട്. പിന്നെ ഞങ്ങള് 8:30 മേലെ എത്തി. എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ ചുമയുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ പറയുന്ന പോലെ കേരളത്തിലെ ആ ചുമയുണ്ടല്ലോ, ആ ചുമയും കൊണ്ടാണ് ഞാൻ പോയത്. ഭയങ്കര ചുമയായിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസം ഒന്നും ഭയങ്കര കുഴപ്പമില്ല. പിന്നെ ഈ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് മൗണ്ടൻ അല്ലേ. അപ്പൊ നമ്മൾ കയറിയത് ഒരു റോക്ക് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടെയാണ്. അപ്പൊ താഴേക്ക് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഭയങ്കര പൊടിയൊക്കെ ഉള്ള സ്ഥലം കൂടെ. അപ്പം മേലെ എനിക്ക് വേഗം ഈസി ആയിട്ട് അസെൻഡ് ചെയ്യാൻ പറ്റി. താഴെ ഇറങ്ങുന്ന ഒന്നാമത് ഈ ഷൂവിന്റെ പ്രശ്നം കാരണം ഷൂ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. പക്ഷെ അത്ര വലിയ ഇഞ്ചുറീസും കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പൊടിയും കാരണം ഭയങ്കര ചുമയായിരുന്നു. അപ്പൊ നമ്മള് ഈ രാത്രി 4:30 ഉച്ചയ്ക്ക് 4:30 കഴിച്ച ഫുഡ് മാത്രമേ ഉള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അവര് ഒരു ആപ്പിളും പിന്നെ ഒരു ജ്യൂസ് പോലെ സാധനം പാക്ക് ചെയ്ത് തരും. അത് നമ്മൾ ഇത്രയും കേറുമല്ലോ, പിന്നെ അത് ഫുള്ളായിട്ട് ബേൺ ചെയ്യും, പിന്നെ ഒന്നുമില്ല കഴിക്കണേ. പിന്നെ അന്ന് താഴേക്ക് ഞാൻ എത്തണ 4 മണിക്കാണ്. കുറച്ചുപേരൊക്കെ നേരത്തെ എത്തി. പക്ഷെ ഞാൻ ഭയങ്കര ടയേർഡുമായി. ചുമ കാരണം എന്റെ എനർജിയും ഡ്രെയിൻ ആയിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ 4 മണിക്കാണ് ക്യാമ്പിലെത്തി ഫുഡ് കഴിക്കണേ. എന്നിട്ട് ഞങ്ങൾ അന്ന് തന്നെ, നോർമലി ഇത് 7 days ഉള്ള ട്രക്കാണ്, പക്ഷെ ഞങ്ങൾ ചെയ്തത് 6 days. കാരണം ഇവളുടെ ഈ കണ്ണിന്റെ ഇഷ്യൂ കാരണം ഞങ്ങൾ അന്ന് തന്നെ ഡിസെൻഡ് ചെയ്ത്, കാരണം അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഫുൾ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ തിരിച്ചു കിട്ടുള്ളൂ. അപ്പം ഇവളെയും കൊണ്ട് താഴെ ഇറങ്ങണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ ഒരു 4 o'clock എത്തി, ഫുഡൊക്കെ കഴിച്ച് 4:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഡിസെൻഡ് തുടങ്ങി. ഞങ്ങള് ഞാൻ പറയുന്നത് 10:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അന്ന് ഫുൾ നെക്സ്റ്റ് ഡേ ഫുൾ ഇറങ്ങി. ഞാൻ പിറ്റേ ദിവസം രാവിലെ 5:30 ഞാൻ എത്തുന്നത് ഹോട്ടലിൽ. കുറച്ചുപേര് കുറച്ച് നേരത്തെ എത്തി. പക്ഷെ എനിക്ക് ഇത്രയും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാലിന്റെ എനിക്ക് കുറച്ച് ഷൂവിന്റെ ആണ് ഫുള്ള് ബ്ലിസ്റ്റേഴ്സ് ഒക്കെ വന്ന് പൊട്ടി, കാല് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 31 hours എടുത്തിട്ടാണ് ഞാൻ ഫുള്ള് അന്ന് ആ സബ്മിറ്റ് ഇറങ്ങിയത്. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആക്ച്വലി അതിന്റെ ഇൻ ബിറ്റ്വീൻ 2 ക്യാമ്പ് ഉണ്ട്, മില്ലേനിയം ക്യാമ്പും മേക്ക ക്യാമ്പും. അപ്പൊ ഈ 2 ക്യാമ്പ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് ഹോട്ടലിലേക്ക് വരിക ചെയ്തത്. എന്നിട്ട് പിന്നെ ആദ്യത്തെ കുറച്ചൊക്കെ ഫുൾ ആയിട്ട് റോക്കി മൗണ്ടൻ ആണ്, അതൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ ഇറങ്ങുന്നതൊക്കെ കുറച്ച് നേരെയുള്ള റൂട്ടാണ്, പക്ഷെ റെയിൻ ഫോറസ്റ്റ് ഫുള്ള് ലൈക്ക് ഒരു 12 ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഈ റെയിൻ ഫോറസ്റ്റ് ക്രോസ് ചെയ്യുന്നത് മിഡ് നൈറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഞാൻ എന്താ പറയാ, സമ്മിറ്റ് ഡേയിൽ ആ നൈറ്റാണ് എന്റെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയും. അത് ഭയങ്കര രസമായിരുന്നു. ആ ഒരു സൗണ്ടും കാറ്റിന്റെ സൗണ്ടും സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടി വന്ന ഒരു നൈറ്റ് ആയിരുന്നു. അത് ഞങ്ങൾ 2 പേരാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ബാക്കി കുറച്ചുപേരൊക്കെ നേരത്തെ എത്തിയായിരുന്നു. പിന്നെ ഷെയ്ഖ് ഹസൻ ഖാനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. ആള് നല്ലൊരു ലീഡറാണ്. കാരണം
പിന്നെ ഞങ്ങളെ അങ്ങനെ ഈ ഓരോരോ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്താണ് കൊണ്ടുപോയത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആളുടെ കൂടെ പോകുന്നത് തന്നെ. പിന്നെ ടീം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങള് ഇപ്പൊ ഞാന്, പിന്നെ ഹുസൈഫ്, പിന്നെ ഷെയ്ഖ് ഹസൻ ഖാൻ ഉണ്ടായിരുന്നു, രാജേഷ്, രതീഷ്, അജയ്, പിന്നെ ടോമും അഞ്ജു, അവര് UK എന്നുള്ള മലയാളിയാണ്. ഞങ്ങളുടെ 8 പേരുടെ ടീമായിരുന്നു. നല്ല അടിപൊളി ടീമായിരുന്നു. പിന്നെ ഇത് പറയില്ല, നമ്മള് ആ ടീമും ടീം കൂടി കൂടെ വളരെ പ്രധാനമാണ്. അടിപൊളിയാണെങ്കിൽ മാത്രം. പിന്നെ പറയാനുള്ള പോർട്ടേഴ്സിന്റെയും ഇവരുടെ ആണ്, അവരുടെ സപ്പോർട്ട് അടിപൊളിയാണ്. കാരണം ഈ പഞ്ജുവിന്റെ കേസ് തന്നെ ആണെങ്കിലും അവള് അത്രയും വയ്യാണ്ടിരുന്നപ്പോ ഇവരുടെ ഒരു സപ്പോർട്ട്, ഇപ്പൊ നമ്മള് എല്ലാരും ഒന്നും അങ്ങനെ ചെയ്യില്ല. ഇപ്പൊ ആഫ്രിക്കൻസ് അത്രയും ലൈക്ക് ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ നമ്മളൊരു പ്ലേസ് ഇഷ്ടപ്പെടുന്നത് അവിടുത്തെ ആൾക്കാരുടെയും കൂടെ കാരണമായിരിക്കും. നമ്മൾ ആൾക്കാർ നമ്മൾ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും. അവർ അതുപോലെയായിരുന്നു. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര നല്ലായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഈ ഒരു ട്രക്കിലെ വേറൊരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്ന ഒരു ബരാങ്കോ വാൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പൊ അത് എന്ന് പറയുമ്പോൾ നമ്മള് 4th ഡേ ആണത്. ഇത് ഭയങ്കര ടഫ് ആയിട്ടുള്ള, നമ്മളിപ്പോ കിളിമഞ്ചാരോ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ടഫസ്റ്റ് പാർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബരാങ്കോ വാളും ഈ സമ്മിറ്റ് ഡേ ആണ് പറയാം. അപ്പൊ അത് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബരാങ്കോ വാൾ ഒരു 3 കിലോമീറ്റേഴ്സ് ആണ്. അത് ഇങ്ങനെ മൗണ്ടനിൽ തന്നെ നമ്മള് ഈ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മള് ട്രക്കിംഗ് പോളൊന്നും യൂസ് ചെയ്യാണ്ട് കൈ പിടിച്ചിട്ട് തന്നെ കയറണം. അപ്പം ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് വീഴും. റിസ്ക് ആണ്, പക്ഷെ നമ്മള് എന്താ പറയാ, കാണുമ്പോ തോന്നി അത്ര ഒരു പേടി കയറുമ്പോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ താഴെ വീണ് നമ്മൾ അങ്ങനെ ഇതാവും. അപ്പം അതൊരു ലൈക്ക് എനിക്ക് പോകുമ്പോഴൊരു പേടിയുള്ള സംഭവമായിരുന്നു അത്. കേട്ട് കേട്ട് നമ്മളീ കുറെ റിസർച്ച് ചെയ്യുമല്ലോ, അപ്പൊ അങ്ങനെ പേടിയുള്ള ഒരു സാധനമായിരുന്നു ബരാങ്കോ വാൾ. പക്ഷെ അത് കേറാൻ പറ്റി ഈസി ആയിട്ട്. അങ്ങനെ പിന്നെ എല്ലാ കയറുന്ന, ഇപ്പൊ നമ്മള് ട്രക്കിങ് പോണെന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മൗണ്ടൻസ് നമ്മളെ ടെസ്റ്റ് ചെയ്യും ഭയങ്കര വല്ലാണ്ട്. അപ്പം മൗണ്ടൻ വിചാരിച്ചാലും നമുക്ക് കയറാം. നമ്മൾ എത്ര ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റില്ല. അപ്പം ഇത് പറയുന്ന പോലെ നമ്മൾ അതിന്റെയൊക്കെ മൗണ്ടൻ ലിസൺ ചെയ്തിട്ട് അതുപോലെ മെല്ലെ മെല്ലെ കയറിയിട്ട്, നമ്മൾ അവിടെ ആരടുത്തും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നതല്ല, നമ്മളത് കയറാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ മെല്ലെ കയറുക, ഇതേപോലെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുക. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റും ആണ്. നമ്മള് മെന്റൽ പവർ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും. നമ്മള് ഫിറ്റ് ആയിരുന്നാൽ മാത്രം പോരാ. ഇത് എന്താ പറയാ, നമ്മള് ഓൾട്ടിറ്റ്യൂഡ് ഒന്നാമത് വരും. അതേപോലെ എനിക്ക് വേറൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ആൾട്ടിറ്റ്യൂഡ്, അതിന് ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഒരു 3rd ഡേ ഒക്കെ 4th ഡേ ഒക്കെ ആയപ്പോ നമ്മൾ ഒട്ടും കഴിക്കാൻ പറ്റില്ല. നമുക്കത് ഫീൽ ചെയ്യില്ല കഴിക്കണമെന്ന്. അപ്പൊ ഞാന് ഇങ്ങനെ പുഷ് ചെയ്ത് കഴിക്കും. സൂപ്പൊക്കെ ആണെങ്കിൽ സൂപ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുടിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ചിലർക്കൊക്കെ വൊമിറ്റിംഗ്, നോസിയം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ മെന്റലായിട്ട് ടെസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഓവർകം ചെയ്താലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ട്രിപ്പ് ചെയ്തോടുകൂടി നമ്മള് മെന്റലി ഇതാവും. ഇതേപോലെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൂടും കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മേലെ കയറി ആ വ്യൂ ഒക്കെ കണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. അതൊരു വേറെ തന്നെയാണ്. പിന്നെ അവിടെ നിന്നുള്ള വ്യൂവും, പിന്നെ ഞാനൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റത്തൊക്കെ കയറാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനിൽ തന്നെ അന്ന് ഉറക്കാൻ പറ്റില്ല നമുക്ക്. എന്നിട്ട് പിന്നെ അവിടെ കയറി കഴിയുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ടാണ് ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറയുമായിരുന്നു. അങ്ങനെ കയറി നമ്മളെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ഇത് ചെയ്തപ്പോഴൊക്കെ, നമ്മള് റിപ്പബ്ലിക് ഡേയുടെ ആ സമയത്താണ് പോയത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവരുടെ സപ്പോർട്ടും അതുപോലെയൊക്കെ, അതൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ നമ്മള് ഡിസിപ്ലിൻ പഠിക്കും, പേഷ്യൻസ് പഠിക്കും. ഇതൊക്കെ മൗണ്ടൻസ് പഠിക്കും നമ്മള്. പേഷ്യൻസ് ഒക്കെ നമ്മള് എന്ന് പറഞ്ഞാൽ അതൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യും നമ്മുടെ പേഷ്യൻസ്. റിപ്പബ്ലിക് ഡേ നിങ്ങൾ പ്ലാൻഡ് ആയിരുന്നു? ആണ്. അതങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ദേശീയ പതാക എന്തായിരുന്നു ഫീലിംഗ്? എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല ഇതായിരുന്നു. നമുക്ക് ഒന്നാമത് നമ്മൾ ഇന്ത്യയിൽ ഇരിക്കുമ്പോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. നമ്മള് പുറത്തൊരു രാജ്യത്ത് പോയിട്ട് നമ്മുടെ ദേശീയ കീഴടക്കിയിട്ട് നമ്മുടെ പതാക അവിടെ നിന്ന് ഉയർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ഹാപ്പിനെസ് ആണ്. രസമായിരുന്നു. പിന്നെ ഇന്ത്യൻസിന് ഒരു റെസ്പെക്ട് ഉണ്ട് അവിടെ. നമുക്ക് ഇപ്പം മൗണ്ടൻസ് ഒക്കെ കയറാൻ വന്നു കഴിഞ്ഞാലും അവർക്കൊരു റെസ്പെക്ട് ഉണ്ട്. രസമായിരുന്നു മൊത്തത്തിൽ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ ഒപ്പം അല്ലെങ്കിൽ ഫാമിലിയിലെ ആൾക്കാരൊപ്പം ഒരുപാട് ട്രിപ്പ് പോവാനും
പുതിയ കൊടുമുടികൾ കീഴടക്കാനും ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.